JMains February 1, 2024 ക്വസ്റ്റ്യൻ നമ്പർ 4 ഇസ് ഫ്രം കറണ്ട് ഇലക്ട്രിസിറ്റി. നമ്മുടെ ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ് എന്ന് പറഞ്ഞ സെക്ഷൻ എന്നുള്ള ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ഈ സെല്ലിന്റെ ക്രോസ് ആയിട്ട് പാരലൽ ആയിട്ട് നമുക്കൊരു വോൾട്ട്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഐഡിയൽ വോൾട്ട്മീറ്ററിന്റെ വോൾട്ടേജ് എത്രയാണെന്ന് ചോദ്യം. ഓഫ് കോഴ്സ് ഇതിന് സെല്ലിന്റെ വോൾട്ടേജ് ഉണ്ട് 5 വോൾട്ട്. അതേപോലെ തന്നെ ഇന്റേണൽ റെസിസ്റ്റൻസ് 0.2 ഓം ഉണ്ട്. ഇവിടെ കണ്ടാൽ അറിയാം ഇത് കണക്ട് ചെയ്തിരിക്കുന്ന മൊത്തം സീരീസ് കണക്ഷൻ ആണ്. നമുക്ക് ആദ്യമേ വേണ്ടത് എന്താണ്? അതായത് ഈ വഴി ഒഴുകുന്ന കറണ്ട് ഒന്ന് കണ്ടുപിടിക്കണം അല്ലെ. നമുക്കറിയാം, അതായത് ഇപ്പൊ ഈ തന്നിരിക്കുന്ന സെല്ലിന് പാരലായിട്ട് ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ റീഡ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ട് ഈസ് ഈക്വൽ ടു E-IR എന്നാണ്. ഇ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സെല്ലിന്റെ വോൾട്ടേജ്, ആർ എന്ന് പറഞ്ഞ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ അതിന്റെ അക്രോസ് ഉള്ള വോൾട്ട് മീറ്റർ റീഡിങ് കണ്ടുപിടിക്കണമെങ്കിൽ കറണ്ട് അറിഞ്ഞിരിക്കണം. സോ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തായാലും നമുക്കറിയാം ഗ്രൂപ്പിംഗ് ഓഫ് സെൽസിൽ കറണ്ട് എന്ന് പറഞ്ഞാൽ നെറ്റ് വോൾട്ടേജ് ബൈ ഇ ബൈ റെസിസ്റ്റൻസ് എന്നാണ്. നെറ്റ് വോൾട്ടേജ് ബൈ നെറ്റ് റെസിസ്റ്റൻസ് ആണ് ഇവിടെ വരിക. അപ്പൊ ഈ നെറ്റ് ബൈ ആർ നെറ്റ് വേണം എടുക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ 5 വോൾട്ടിന്റെ 5+5+5+5+5 അങ്ങനെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയാൽ സീരീസിൽ കണക്ഷൻ നോക്കി. ഇവിടെ നോക്കുക, 1 2 3 4 5 6 7 8 അപ്പൊ 8 × 5 40 ആണ് ശരിക്കും ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. സോ ഗ്രൂപ്പിംഗ് എല്ലാം ഒരേ ഓർഡറിൽ തന്നെയാണ് നടത്തിയിട്ടുള്ളത്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, കറണ്ട് പോകുന്ന ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്, വേറെ ഇതൊന്നുമില്ല, ഓക്കെ ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നോക്കാം റെസിസ്റ്റൻസും ഇതേപോലെ 8 എണ്ണം ഉണ്ട്. 8 × 0.2 എന്ന് വരും. 8 × 0.2 എന്ന് എഴുതാം നമുക്ക്. അപ്പൊ 8 × 0.2 എന്ന് എഴുതാം. 8 × 0.2 എന്ന് എഴുതുമ്പോൾ എന്താ വരിക? ഇവിടെ ഞാൻ 5 എഴുതി. 5/0.2 എന്ന് പറയും, അല്ലെങ്കിൽ 50/2 അല്ലെങ്കിൽ 25 ആംബിയർ ആണ് അവിടുത്തെ കറണ്ട്. എനിക്ക് വോൾട്ടേജ് എഴുതാം. വോൾട്ടേജ് V = EMF 5 വോൾട്ട് ആണ്, മൈനസ് കറണ്ട് 25 ആണ്. റെസിസ്റ്റൻസ് തന്നിരിക്കുന്ന സെല്ലിന്റെ റെസിസ്റ്റൻസ് 0.2 ആണ്. അപ്പം 5 - 25 × 0.2, 25 × 0.2 എന്ന് പറഞ്ഞാൽ 50യുടെ ഒരു പോയിന്റ് ഫ്രണ്ടിലേക്ക് ഇടുമ്പോൾ 5 വരും. 25 പോയിന്റ് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ 5 - 5 ഉത്തരം 0 ആയിരിക്കും തന്നിരിക്കുന്ന വോൾട്ട് മീറ്ററിന്റെ റീഡിങ് എന്ന് പറയുന്നത്. ഓക്കെ.